നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. പാകിസ്ഥാൻ നാവികസേനയുടെ ആദ്യത്തെ ഹാങ്കൂർ ക്ലാസ് അന്തർവാഹിനി കറാച്ചിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നാവികസേന ഉദ്യോഗസ്ഥരും മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് ഔപചാരികമായ ചടങ്ങുകളോടെ അന്തർവാഹിനി സ്വീകരിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ അന്തർവാഹിനിയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് എന്ത് റോളെന്ന് തോന്നുന്നുണ്ടാകുമല്ലേ? എന്നാൽ പ്രാധാന്യമുണ്ട്. കാരണം ഇന്ത്യ പാകിസ്ഥാന്റെ ഈ നീക്കങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്നത് തന്നെ. PNS ഹാങ്കൂർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ അന്തർവാഹിനി 2028 പാകിസ്ഥാൻ നാവികസേനയുടെ ഭാഗമാകാൻ പോകുന്ന ഈ വിഭാഗത്തിലെ 8 അന്തർവാഹിനികളിൽ ആദ്യത്തേതാണ്. ഇതിൽ 4 അന്തർവാഹിനികൾ കറാച്ചിയിലാണ് നിർമ്മിക്കുന്നത്. ഹാങ്കൂർ ക്ലാസ് അന്തർവാഹിനി ചൈനയുടെ ടൈപ്പ് 39A അറ്റാക്ക് അന്തർവാഹിനിയുടെ ഒരു വകഭേദമാണ്. നൂതന കോമ്പാക്ട് സിസ്റ്റങ്ങൾ, ആധുനിക സെൻസറുകൾ, എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ അഥവാ AIP സാങ്കേതികവിദ്യ, മികച്ച സ്റ്റെൽത്ത് ശേഷി എന്നിവ ഈ അന്തർവാഹിനിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. നാവികസേനയുടെ പ്രവർത്തനക്ഷമതയും വെള്ളത്തിനടിയിലെ യുദ്ധശേഷിയും വർദ്ധിപ്പിക്കാൻ ഈ സവിശേഷതകൾ സഹായിക്കും. പാകിസ്ഥാൻ നാവികസേനയുടെ ഭാഗമാകുന്ന ഹാങ്കൂർ ക്ലാസ് അന്തർവാഹിനികളിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവയിലുള്ള എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ അഥവാ AIP സാങ്കേതികവിദ്യ തന്നെയാണ്. പരമ്പരാഗത ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളെ പോലെ ബാറ്ററികൾ ചാർജ് ചെയ്യാൻ അവയ്ക്ക് അടിക്കടി ജലനിരപ്പിന് മുകളിലേക്ക് വരേണ്ടതില്ല. ഇത് അന്തർവാഹിനികളുടെ സ്റ്റെൽത്ത് ശേഷി വർദ്ധിപ്പിക്കുകയും ദിവസങ്ങളോളം വെള്ളത്തിനടിയിൽ തുടരാൻ സഹായിക്കുകയും ചെയ്യുന്നു. സമുദ്രാധിഷ്ഠിത ആണവ അന്തർവാഹിനികൾ വാങ്ങാൻ പാകിസ്ഥാൻ ചൈനയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അടുത്തിടെ പുറത്തു വന്നിരുന്നു. ചൈനയുമായി ചേർന്ന് കടലിൽ നിന്നുള്ള ആണവായുധ പ്രഹരശേഷി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം നടക്കുന്നത്. ഈ 8 അന്തർവാഹിനികൾ കൂടി എത്തുന്നതോടെ നിലവിൽ പാകിസ്ഥാന്റെ പക്കലുള്ള 5 അന്തർവാഹിനികൾ ഉൾപ്പെടെ ആകെ അന്തർവാഹിനികളുടെ എണ്ണം 13 ഉയരും. ഇതിൽ 9 എണ്ണത്തിൽ AIP സാങ്കേതികവിദ്യയുണ്ട്. മറുഭാഗത്ത് ഇന്ത്യൻ നാവികസേനയുടെ പക്കൽ നിലവിൽ 16 അറ്റാക്ക് അന്തർവാഹിനികളും 3 സ്ട്രാറ്റജിക് അന്തർവാഹിനികളുമുണ്ട്. പരമ്പരാഗത ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ഡീസൽ ഇലക്ട്രിക് അറ്റാക്ക് അന്തർവാഹിനികളിൽ കാൽവരി, സിന്ധുഘോഷ്, ശിശുമർ എന്നിങ്ങനെ 3 വ്യത്യസ്ത ക്ലാസുകളിൽപ്പെട്ടവയാണ്. ഇതിൽ കാൽവരി ക്ലാസ്സിൽ നിന്നുള്ള 6 അന്തർവാഹിനികൾക്ക് മാത്രമാണ് DRDO തദ്ദേശീയമായി വികസിപ്പിച്ച പ്ലഗ് ഇൻ AIP സംവിധാനം ലഭിക്കുക. ഇന്ത്യയുടെ അന്തർവാഹിനികളുടെ ആധുനികവൽക്കരണ പദ്ധതികൾക്ക് കാലതാമസവും പോരായ്മകളും നേരിടുന്നുണ്ട്. 2030 24 പരമ്പരാഗത അന്തർവാഹിനികൾ നാവികസേനയുടെ ഭാഗമാക്കാനുള്ള പദ്ധതി ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. നാവികസേനയ്ക്ക് 6 പുതിയ അന്തർവാഹിനികൾ മാത്രമാണ് കൂട്ടിച്ചേർക്കാൻ സാധിച്ചത്. അതേസമയം 4 എണ്ണം സേവനത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. 6 മുതൽ 9 വരെ അന്തർവാഹിനികൾക്കായി ഏകദേശം 70,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഏറെക്കാലമായി നീണ്ടുപോകുന്ന P-75I ടെൻഡർ നടപടികളും പുരോഗമിക്കുകയാണ്. MDL ജർമ്മനിയുടെ TKMS ഇതിനായിട്ടുള്ള സാങ്കേതിക മൂല്യനിർണ്ണയം വിജയകരമായി പൂർത്തിയാക്കി. എങ്കിലും ഇവ ലഭ്യമാകാൻ ഇനിയും വർഷങ്ങളെടുക്കും. P-75I, പ്രോജക്ട് 76 എന്നിവ മുന്നോട്ട് നീണ്ടുപോവുകയാണെന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രോജക്ട് 76 അന്തർവാഹിനികളിൽ DRDO വികസിപ്പിച്ച പരിഷ്കരിച്ച AIP സംവിധാനം ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷ. പ്രോജക്ട് 77 കീഴിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അറ്റാക്ക് അന്തർവാഹിനികൾ സ്വന്തമാക്കാനും ഒപ്പം റഷ്യയിൽ നിന്ന് ഒരു ആണവ അറ്റാക്ക് അന്തർവാഹിനി ലീസിനെടുക്കാനും നാവികസേന ലക്ഷ്യമിടുന്നുണ്ട്. എങ്കിലും ഈ പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാകാൻ ഇനിയും വർഷങ്ങളെടുക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും പാകിസ്ഥാൻ നാവികസേനയേക്കാൾ എണ്ണത്തിൽ വളരെ വലിയ മേധാവിത്വം നിലനിർത്താൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇപ്പോഴും സാധിക്കുന്നുണ്ട്.